വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്നിട്ടൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പം റെഗുലർ ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 1 ആയിരുന്നു അങ്ങനത്തെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സൊക്കെ തന്നെ വരുന്നുള്ളത്. അപ്പോൾ ഇത് ഇന്നലെ ട്യൂസ്ഡേ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് വരുന്നത്. അപ്പം ജൂൺ 1 2 ടൈമിങ് വന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ടൈം വന്നിട്ട് രാവിലെ 9:30 to 11:30 വരെയായിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പീരീഡ് വരുന്നത് 11:45 to 1 മണി വരെയാണ്. പിന്നെ നമുക്ക് ഒരു 1 മണിക്കൂർ എന്താ പറയുക ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരിക്കും 1 to 2 വരെ. പിന്നെ 2 മണി മുതൽ 4 മണി വരെ മൂന്നാമത്തെ പീരീഡ്. പിന്നെ വീണ്ടും ഒരു 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പീരീഡ്, അതായത് 4:15 to 5:30 വരെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചിലവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ ലാഗ് അടിച്ച് ക്ലാസ്സൊക്കെ കാണുകയാണെങ്കിൽ ആ ഒരു ടൈമിങ് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ് വരുമ്പം ആ 15 മിനിറ്റ് ബ്രേക്ക് നമുക്ക് കിട്ടാത്ത രീതിയിൽ പോയിട്ട് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടൊക്കെ വരും. അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ചെറുതായിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലത്തെ ക്ലാസ്സിൽ ഫസ്റ്റത്തെ പീരീഡ് ടൈമിങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഫസ്റ്റത്തെ ക്ലാസ് 8:30 മുതൽ 10:30 വരെയായിരുന്നു. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം 4 പീരീഡ് ആയിരുന്നു. അപ്പം ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലാ പീരീഡ്സും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് ദിവസം എല്ലാതും ഉണ്ടായിരുന്നു, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ പിന്നെ അത് അവർക്ക് പോർഷൻ തീർക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് എന്തായാലും ഒരു ദിവസം 4 ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എന്തായാലും ഫസ്റ്റ് പീരീഡ് വന്നിട്ട് 8:30 ഉണ്ടായിരുന്നത് ബോട്ടണി ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ദിവസമൊക്കെ എനിക്ക് എന്താ പറയുക ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് നോട്ട്സ് ഉണ്ടാക്കി എഴുതാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സംഭവം എന്താ വെച്ചാൽ നമുക്ക് സ്ലൈഡ് തരുന്ന ഇപ്പോൾ ഇവർ നമുക്ക് ക്ലാസ്സിൽ തരുന്ന സ്ലൈഡ് തന്നെയാണ് നമുക്കവിടെ ഓഫ്ലൈൻ സെൻറ്ററിൽ കൊടുക്കുന്നത് DPP. അപ്പം അത് കുറച്ച് ദിവസം ഒരു ഏകദേശം 1 മന്തിനുള്ളിൽ നമുക്കും DPP അവൈലബിൾ ആവുമെന്ന് പറയുന്നുണ്ട് ഓൺലൈൻ ബാച്ചിനും. അപ്പോൾ DPP കിട്ടണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, കാരണം ഈ നോട്ട്സ് എഴുതുന്ന സമയത്ത് നമുക്ക് ലാഭിക്കാം. അപ്പം ഞാൻ ഫസ്റ്റത്തെ 2 ദിവസം ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് A4 ഷീറ്റിൽ അപ്പോൾ ക്ലാസ് കേൾക്കുന്ന അനുസരിച്ച് പെട്ടെന്ന് മനസ്സിലൊന്ന് കീ പോയിൻറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ് നോട്ട്ബുക്കിലേക്ക് ബാക്കി എടുത്ത് മാറ്റി എഴുതാനും പിന്നെ ബാക്കി ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ടൈം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയാൽ ഇപ്പം രാവിലെ ടു ഏകദേശം ഒരു ഈവനിങ് വരെ ക്ലാസ് ടൈമിംഗ് തന്നെ ഉണ്ട്. അപ്പോൾ നോട്ട്സ് പിന്നെ എനിക്ക് തോന്നി പിന്നെ നമ്മൾ വേറെ രാത്രി ആയതുകൊണ്ട് കണ്ടെത്തുക പിന്നെ പഠിക്കാനുണ്ടാവും, അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാവുമെന്ന് തോന്നി. അപ്പം പിന്നെ ഇന്നലത്തെ സമയം ഞാൻ പിന്നെ ഏകദേശം ബയോളജി പിന്നെ നോട്ടിലോട്ട് തന്നെ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും A4 തന്നെ കണ്ടിന്യൂ ചെയ്തു, കാരണം ഇനി വരുന്ന വെനസ്ഡേ, അപ്പം ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓഫ് ചെയ്യണം, റിവിഷനൊക്കെ ചെയ്യാനും പിന്നെ ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ഇതുവരെ ബാക്ക്ലോഗ്സ് ഒന്നും വരുത്തി വെച്ചിട്ടില്ല, 3 ദിവസമായിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ബാക്കിയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള നോട്ട് എഴുതണം, പിന്നെ ഇതുവരെ പഠിപ്പിച്ചൊന്നും കൂടി റിവിഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡേയിനിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നലെ രണ്ടാമത്തെ പീരീഡ് ഏകദേശം ഇന്നലത്തെ ഫസ്റ്റ് ക്ലാസ് 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാ സബ്ജക്റ്റായാലും ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സുവോളജി ആകുമ്പോൾ നമ്മൾ സാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുവോളജീൻ്റെ കാര്യം എന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം എന്താ പറയുക രണ്ടാമത്തെ ദിവസം ഏകദേശം 40-45 ക്വസ്റ്റ്യൻസൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നല്ല കാര്യമല്ലേ. അപ്പം ബാക്കി 3 സബ്ജക്റ്റും ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സുവോളജി മാത്രം 2 ദിവസം പക്ഷേ ഡബിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിപ്പം ഇത്ര 3 ദിവസം ക്ലാസ് കിട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. നല്ലോണം മനസ്സിലാക്കി പഠിപ്പിച്ച് തരുന്നുണ്ട്, കുറേ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 8 മുതൽ 10 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 10 മണി to 10:30 വരെ ഏകദേശം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയായിരുന്നു ഫസ്റ്റ് പീരീഡ് ബോട്ടണി ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ക്ലാസ് വന്നിട്ട് 11:45 ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ ഗ്യാപ്പുള്ളതുകൊണ്ട് പിന്നെ തന്നെ ചെറിയ സ്നാക്ക് ബ്രേക്ക് ആയിട്ട് ബ്രെഡും ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ തേച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പീരീഡ് 11:45 to 1 മണിയായിരുന്നു. സുവോളജി ആയിരുന്നു പീരീഡ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ബയോളജി ഞാൻ നോട്ടിലോട്ട് ആക്കി എഴുതാത്തതുകൊണ്ട് A4 തന്നെ ഇതേപോലെ കീ പോയിൻറ്റ്സ് ഒക്കെ ആക്കിയിട്ട് നല്ല നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല രണ്ടാമത്തെ പീരീഡും കഴിഞ്ഞു. പിന്നെ തേർഡ് പീരീഡ് ലഞ്ച് ബ്രേക്കിന് ശേഷമായിരുന്നു. 1 hour ലഞ്ച് ബ്രേക്കിന് ശേഷം 2 മണി ടു ഇന്നലെ ഏകദേശം നോർമൽ ടൈം വരെ 2 മണി to 4 മണി വരെ ആയിരിക്കും. പക്ഷെ ഇന്നലെ കുറച്ച് ടോപ്പിക്സ് മൂന്നാമത്തെ പീരീഡിൽ കവർ ചെയ്യാണ്ടായിരുന്നുള്ളൂ. അതും ബയോളജി തന്നെയായിരുന്നു. രാവിലെ ഇപ്പോൾ ബയോളജി ഉണ്ടായിരുന്നു, പിന്നെ ഉച്ചക്കും ബയോളജി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് പോർഷൻസ് ഇന്നലെ രണ്ടാമത്തെ സാറിൻ്റെ ബോട്ടണി പീരീഡിൽ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് പിന്നെ കൂടുതലും ക്വസ്റ്റ്യൻസ് തന്നെ ഇന്നലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും DPP കിട്ടുന്നവരെ ഇപ്പോൾ നോട്ട്സൊക്കെ നോട്ടിലോട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ലൈവ് ആയിട്ടാണ് നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആൻസേഴ്സ് പറയുമല്ലോ. അപ്പം
അപ്പം അതിൽ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യനും ആൻസറും മാത്രം നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ മതി എന്നപ്പോൾ മീൻസ് ഇതുവരെ നമ്മൾ വിചാരിക്കണം. കാരണം എല്ലാത്തിനും എഴുതാൻ നല്ല കുറേ ടൈം എടുക്കും. പിന്നെ അവിടെ പഠിക്കാനും പ്രിപ്പറേഷനൊന്നും ടൈം കിട്ടില്ല. കാരണം ഏകദേശം ഓരോ ക്ലാസ്സിൽ 10-20 ക്വസ്റ്റ്യൻസും ടോട്ടൽ അതിനെക്കാട്ട് എബവ് ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നോട്ട്ബുക്കിലോട്ട് എഴുതുമ്പോൾ കുറേ സമയമൊക്കെ ചിലപ്പം ബോർഡിൻ്റെയൊക്കെ പ്രത്യേകിച്ച് വലിയ വലിയ ഓപ്ഷൻസ് ആയിരിക്കും കുറേ ആയിട്ട് എഴുതാണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം നമുക്ക് മിസ്റ്റേക്ക് വരുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ പിന്നെ നമ്മൾ റിവിഷൻ ടൈമിൽ എടുക്കുമ്പോൾ പിന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തെറ്റിച്ച ആൻസർ ആണല്ലോ എന്നൊരു തോന്നൽ വരില്ല. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ഏതായാലും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നു. കാരണം ഏതായാലും ആ പീരീഡ് നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഏകദേശം 3 മണിയാകുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ 4:15 അടുത്ത ക്ലാസ് ഉണ്ടായിരുന്നത്, അത് ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഫിസിക്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സാർക്ക് ഏകദേശം 3 ക്ലാസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 8 പാർട്ടൊക്കെ ആയിട്ട് തന്നെ ഫിസിക്സിൻ്റെ ഈ ഒരു ചാപ്റ്ററിന് ഉണ്ടാകുമെന്ന് സാറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ ഡൈമെൻഷൻ ഫോർമുലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ കൂടുതൽ ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നുള്ള ദിവസമൊക്കെ കുറേ ഹോംവർക്ക് വരും. പിന്നെ അടുത്ത ദിവസം ക്ലാസ് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് സാർ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ടൊക്കെ കടക്കാറുള്ളൂ. അപ്പം ഇന്നലെ കുറച്ച് ഡൈമെൻഷൻ ഫോർമുലേൻ്റെ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം സാറ് നമ്മൾ ചെയ്ത് തരുന്നതിലും നമ്മൾ ചെയ്ത് പഠിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മളോട് തന്നെ ചെയ്ത് മാക്സിമം ഇക്വേഷൻസ് കണ്ടെത്തി ഡൈമെൻഷനൊക്കെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഹോംവർക്കൊക്കെ ഡിസ്കസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5:30 ആയപ്പം ഇന്നലത്തെ ക്ലാസ് ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഞാൻ ചിലപ്പം അപ്പം 3 ദിവസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പറ്റുന്ന പോലെ കുറച്ചൊക്കെ റിവിഷൻ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നലെ കുറച്ച് എഴുതാണ്ടായിരുന്നു നോട്ട്സൊക്കെ. അപ്പോൾ ഞാൻ ഫിസിക്സ് ചെയ്താൽ നോട്ട് മര്യാദക്ക് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിന്നറും കഴിച്ചു. അപ്പോൾ ഇനി ഇന്നലത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.